ഞാൻ ആക്ച്വലി ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റുന്നതല്ല, ഒരു പ്രോഗ്രാമിലായിരുന്നു തൃശ്ശൂര്. പിന്നെ ഇങ്ങനെ ഗ്രൂപ്പിലെ മെസ്സേജ് ഒക്കെ കണ്ടപ്പോ ബറാത്തിന്റെ ദിവസവും എന്റെ കുട്ടികളെല്ലാരും കൂടി ഇവിടെ വന്നിരുന്നു പറഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല, ഇത് മാത്രം വന്നതാണ് സത്യമായിട്ടും. പിന്നെ പ്രേംജിയുടെ ലാസ്റ്റ് നമ്മുടെ ആഫ്റ്റർ ലോങ് ടൈം ലാസ്റ്റ് എന്റെ പ്രോഗ്രാമാണ് പ്രേം കൊച്ചിയിലൊരു ഈവന്റിൽ വന്നേ. അപ്പോ അവർ കമ്പനി റെസ്പെക്ടഡ് റോയൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ഇന്ത്യ ഫസ്റ്റ് ലംബോർഗിനി അച്ചീവ്മെന്റ് ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് വരണം, കാണണം. സെയിം പ്രോഗ്രാമാണ് എനിക്ക് ആന്ധ്ര തെലുങ്കാനയിൽ ചെയ്യേണ്ടത്. അപ്പൊ അതും കൂടി നോട്ട് ചെയ്യാൻ കരുതി വന്നു. പിന്നെ എന്റെ ചുള്ളന്മാരെല്ലാരും ഉണ്ട് ഇവിടെ. ഇവരെല്ലാവർക്കും കുറച്ച് ചാട കയറി, കാരണം കഴിഞ്ഞ ആഴ്ച എല്ലാവരും യൂറോപ്പില് ഉമേസിനൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഷെയ്ക്കാൻ്റെ തരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഞാനിങ്ങനെ നോട്ട് ചെയ്ത് കുട്ടികൾക്ക് ചാട തുടങ്ങി യൂറോപ്പ് കണ്ടപ്പോ. ജീവാൻ നോട്ട് പോയിന്റ്. അപ്പോ ഇനി അടുത്ത ട്രിപ്പ് എവിടെ പോകണമെന്നില്ല നമ്മൾ തീരുമാനിക്കും, എവിടെ പോകണമെന്നില്ല. പാവങ്ങൾ പോയിക്കോട്ടെ കരുതിയപ്പോൾ ഒരു ചാൻസ് കൊടുത്തപ്പോൾ നമ്മൾ അഞ്ചതിക്കാണ് കേൾക്കുന്നത്. ശരി പോട്ടെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് അവർ ഡിയർ മാനേജ്മെന്റ്. എല്ലാവരും ഉണ്ട് ഇവിടെ. റെസ്പെക്ടഡ് നിഷാദ് സർ ആൻഡ് അജിത് സർ ആൻഡ് ഡോക്ടർ മഞ്ജിത് സർ. Please give them a very big hand because we are conducting a 5-star event. First-star event, not a small program. Thank you very much. കാരണം ഇതിന്റെ വലുപ്പം എല്ലാം അറിയണമെങ്കിൽ ഇതിന്റെ വലുപ്പം എനിക്കൊരു സെഷൻ എടുക്കാറില്ല, കാരണം കീനോട്ട് സ്പീച്ച് അവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ വന്നുകൊണ്ട് ചാടി കയറിയതാണ്. എന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റീവായ മനുഷ്യന്മാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്റെ സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ വിജയിക്കാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു ക്രൗഡിന്റെ മുന്നിൽ ഒരു ദിവസം കിട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഈ പ്രോഗ്രാമിന്റെ വലിപ്പം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് വെളിയിൽ നിന്നും നിങ്ങൾ ചിന്തിക്കണം. ഇതിന്റെ ഉള്ളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂട്ടത്തിൽ ഒരാൾ. പക്ഷെ ഈ പ്രോഗ്രാമിന്റെ വലുപ്പവും നിങ്ങളുടെ വലുപ്പം അറിയണമെങ്കിൽ പുറത്തു നിന്ന് നമ്മൾ നോക്കണം. കാരണം എത്ര കോടി രൂപ വരുമാനം മേടിച്ചവരാണ് ഈ ഹോളിന്റെ ഉള്ളിൽ എന്നുള്ളത് എനിക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ട് റോ മാത്രം എടുക്കുകയാണെങ്കിൽ 100 കോടി കഴിഞ്ഞു. ഈ ഫ്രണ്ട് റോ മാത്രം എടുക്കുകയാണെങ്കിൽ 100 കോടി വരുമാനം മേടിച്ച ആളുകൾ ഇരിക്കുന്ന റോ ആണ്. ബാക്കിലേക്ക് നിങ്ങൾ റൂബിയാനപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ 2,50,000 വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 500 പേര്. എനിക്കറിയില്ല എത്ര കോടിയാണെന്ന്. ഇതൊരു 10 വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ ഇത് സ്വപ്നമായിരുന്നു. ഇന്ന് കേരളത്തിൽ എവിടെ നടക്കുന്ന ആളുകളാണെങ്കിലും ഇന്ന് സ്വപ്നങ്ങളോടുകൂടി നോക്കി കാണുന്നതാണ് ഇപ്പോൾ ഈ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, നല്ല കൈയടി, തികഞ്ഞ കൈയടി നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടാം. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം പറയാം. രാവിലെ നല്ലൊരു സബ്ജക്റ്റ് കിട്ടി, കമ്പനിയുടെ ഭാഗത്ത് നിന്നെല്ലാം കിട്ടി. ഉച്ച കഴിഞ്ഞ് വീണ്ടും കിട്ടി. ഞാൻ ചോദിക്കുന്ന ആളുകൾ എല്ലാവരും എന്നോട് പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? എക്സലന്റ്, ഗംഭീരമായിരുന്നു. ജീവൻ സാർ വന്ന് തൂക്കിയടിച്ചു എന്ന് പറഞ്ഞു. വേഗരയിലും കോട്ടക്കിലും ഇരുന്ന് അടിപൊളിക്കിട്ട് കാര്യമില്ലാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു സ്റ്റേജിൽ കയറിയിട്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് 4 മണിയാവും ഇവിടെ കൊച്ചിയിലെത്താൻ. അവന്റെ ഡയലോഗ് കൂടി കേട്ടപ്പോ തോന്നി ഞാൻ കൂടി കയറി ചെല്ലാം. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ തൂക്കി അടിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു. ഇനി ഓഫ് കോഴ്സ് ഈ ബിസിനസ്സിൽ ഒരു ദിവസം നമ്മളൊക്കെ എണീറ്റ് ഉറങ്ങുമ്പോഴേക്കും 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ആളാണ് ഈ സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത്. ഡെയിലി. സോ ഇത്രയും വലിയ ആളുകളെല്ലാം വന്നതിന് ശേഷം പല ആളുകൾക്കും ഒരു ചിന്തയുണ്ട്. ഇപ്പൊ 2026 നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോമ്പൻസേഷൻ പ്ലാൻ മാറി. റിവാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ റിവാർഡായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെയിലി 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ആളുകൾ പോലും നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നു. 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെല്ലാം മുന്നിലിരിക്കുന്നു. ഇവരെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു സാധനം കിട്ടുന്നില്ല സാറേ എന്ന് പറഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. കാരണം അതിന്റെ തെളിവാണ് ജനുവരിയിൽ തീരുമാനമെടുത്തു, ഇന്ന് ഫെബ്രുവരി 3-ാം തീയതിയായി. പല ആളുകൾക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് പോയി തോന്നി. ജനുവരി എന്റെ മൈൻഡ് സെറ്റ് മാറും, ഞാൻ ഈ വർഷം റാങ്ക് അടിക്കും, ആര് പോയില്ലെങ്കിലും മലേഷ്യയിലേക്ക് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഫെബ്രുവരി ആയപ്പോഴേക്കും പഴയ വണ്ടിയിലേക്ക് എന്റെ 5th നിന്ന് നേരെ 3rd കയറി. ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സെഷൻ നിങ്ങൾക്ക് ഗംഭീര റിസൾട്ട് തരും. ഐ പ്രോമിസ് യു,
ഗംഭീര റിസൾട്ട് തന്നെ. അതായത് ഒരു ദേശാടന പക്ഷി പാറിയോണ്ട് പറന്നിങ്ങനെ പോവുകയായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോ ഇതിങ്ങനെ പറന്ന് ഒരുപാട് ദൂരത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തി. നാട്ടിലെത്തിക്കഴിഞ്ഞ് ഇത് അവിടെയുള്ള ദേശാടന പക്ഷികളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ നന്നായിട്ട് പറന്ന് നടന്നപ്പോ വൈകുന്നേരം ഇവരെല്ലാം ഇവരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഈ ദേശാടന പക്ഷിക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അപ്പൊ അത് തൊട്ടടുത്തുള്ള ഒരു പക്ഷിയോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വന്നതാണ്, ഞാൻ ലണ്ടനിൽ നിന്നല്ല റോമിൽ നിന്ന് വന്ന ആളാണ്, അപ്പോ എനിക്കൊന്ന് കിടന്നുറങ്ങാൻ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾ കൂട്ടിൽ ഒരു ഇടം തരുമെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, വന്നോളൂ, ഇവിടെ കിടക്കാം, അതിനെന്താ പ്രശ്നം, രാവിലെ വന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയതല്ലേ എന്ന് പറഞ്ഞു. അത് കൂട്ടിലേക്ക് പോകുമ്പോൾ അറിയാലോ, ദേശാടന പക്ഷിയുടെ കൂട്ടിൽ കയറുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെൽ അതിന്റെ ഉള്ളിലുണ്ട്. ഈ സ്മെല്ല് ഭയങ്കരമായപ്പോഴേക്കും ഇത് വിചാരിച്ചു, ഇല്ല ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോകാം, കാരണം ഈ മണമൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് വേറൊരു കിളിക്കൂട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ദൂരേന്ന് വന്നൊരു ദേശാടന പക്ഷിയാണ്, എനിക്ക് ഇന്നൊരു ദിവസം ഇവിടെ താമസിക്കണം, നാളെ രാവിലെ ഞാൻ പോയിക്കോളാം, കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ കിടന്നു. അവിടെ കയറി ചെന്ന് കിടക്കാൻ നോക്കുമ്പോഴും അവിടെയും ഭയങ്കര ബാഡ് സ്മെല്ലാണ്. കൂടുതൽ കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷമല്ല. ഇത് ഇവിടുന്ന് വീണ്ടും ഇറങ്ങി ഇങ്ങനെ ആ ഒരു സമ്മർദ്ദത്തിൽ, കാരണം കിടന്നുറങ്ങുമ്പോൾ ഈ വൃത്തിയുടെ മണമായിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഫൈനലി ദൂരെ നോക്കുമ്പോൾ ഒരു അമ്മ, ഒരു കുറച്ച് പ്രായമുള്ള ഒരു ദേശാടന പക്ഷി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു കൂട്ടിലിരിക്കുന്നുണ്ട്. അന്നേരം ഇത് അങ്ങോട്ട് കിളി ഇങ്ങനെ പറഞ്ഞു ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ ദൂരേന്ന് വന്നതാണ്, ഒരു ദിവസത്തേക്ക് ഇന്ന് രാത്രി ഇവിടുന്ന് കിടന്നോട്ടെ എന്ന് വിളിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ കിടന്നു, അതിനെന്താ പ്രശ്നം പറഞ്ഞു. പക്ഷെ അപ്പൊ നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ കുറെ കിളിക്കൂട്ടിൽ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവിടെ എല്ലാം ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലാണ്, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് സ്മെല്ലൊക്കെ കിടക്കുന്നത്, എന്തായാലും കാര്യം ചെയ്യൂ, ഒത്തിരി ദൂരേന്ന് വന്നതല്ലേ, പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നോളൂ, ഒരു പുഴയുടെ അടുത്ത് പോയി നിങ്ങളൊന്ന് കുളിച്ചിട്ട് തിരിച്ചു വന്നോളൂ, അപ്പോഴേക്കും ഞാൻ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാമെന്ന്. ഇത് പോയി കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ വന്ന് കയറി ഒരു രീതിക്കല്ല ഞാൻ ഈ റൂം ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നോക്കി, ഇവിടെ ആ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്, അവിടെ ഒന്നുമില്ല, സ്മെല്ലൊന്നും ഇവിടെ ഇല്ല. ഇത് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നീ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തതല്ല, നീ പോയി കുളിച്ചപ്പോഴാണ് ആ സ്മെല്ല് ശരിക്കും ഇത് അതുപോലെ തന്നെയാണ്. ഇതേപോലെ ഈ ബിസിനസ്സിൽ 1 കോടി സമ്പാദിക്കണമെങ്കിൽ ഇനി ഈ സ്റ്റേജിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇവിടെ ഓരോ ദിവസം കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇതിനെ പറപ്പിക്കാൻ, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ നമ്മൾ സ്റ്റേജിലേക്ക് നോക്കിയാലും അപ്പലേനെ നോക്കിയാലും താഴേക്ക് നോക്കിയാലും സൈഡിൽ നോക്കിയാലും ഒന്നും നടക്കും. സ്വന്തം മണം മാറണം ആദ്യം. എന്നിട്ട് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ മൊമെന്റ് ഉള്ള സമയമാണ് ഇപ്പോൾ. മോട്ടിവേഷൻ ആയിട്ട് എടുക്കട്ടെ. ലോകത്ത് ഓരോ സമയങ്ങളിൽ ഓരോ രാജ്യത്ത് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊക്കെ ആളുകൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഷിക വിപ്ലവം ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ മനുഷ്യന്മാർ അതിന്. ബിസിനസ് വിപ്ലവം ഉണ്ടാക്കിയ കാലത്ത് നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഉണ്ടാക്കിയ ആ കാലഘട്ടങ്ങളിൽ. കമ്പ്യൂട്ടറിന്റെ വിപ്ലവം വന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ തരംഗം ഉണ്ടാക്കി പണം ഉണ്ടാക്കി പല മനുഷ്യന്മാരും. ഇനി നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നന്നായിട്ട് ഉറപ്പിച്ചോണം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നത് 2 വിപ്ലവങ്ങളാണ്. ഒന്ന് വെൽനസ് റെവല്യൂഷൻ എന്നാണ് അതിന് പേര് പറയുന്നത്. വെൽനസ് റെവല്യൂഷൻ. ഇത് വിപ്ലവം നടക്കും. ഈ വിപ്ലവം നടക്കേണ്ടത് അഭിവാജ്യ ഘടകമാണ്, അനിവാര്യ ഘടകമാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ കൊച്ചിയിൽ ഒരു ഫേമസ് ആയ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ പോയി ഒരു MRI സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കൊച്ചിയില് 23,000 രൂപയാണ് സാർ ഒരു MRI സ്കാൻ, 23,000 rupees. ഞാൻ അവിടെ നേരെ കൗണ്ടറിൽ ചെന്ന സമയത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ അവർ പറയുന്നത്, ഇന്ന് എടുക്കാൻ പറ്റില്ല, അപ്പൊ നാളെ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. നാളെ പറ്റില്ല, മറ്റന്നാളെ കിട്ടുള്ളൂ. അത്ര ആളുകൾ ക്യൂ ആണ്. ഹോസ്പിറ്റലിന്റെ പേര് നിന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ ടീ ബ്രേക്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, അല്ലെ ഈവനിങ് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. 2 ദിവസം വെയിറ്റ് ചെയ്യാണ്, ക്യൂ നിൽക്കുകയാണ് 23,000 ഒരു MRI സ്കാനിന്. ഇതേ ബിൽഡിങ്ങിന്റെ 15ാമത്തെ നിലയിൽ നമ്മൾ കയറി നോക്കി ഇവരെ കാർ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ 15,000 കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. ഇത് ഡോക്ടർമാരുടെ കാറല്ല, രോഗികളുടെ കാറാണ്. ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല, കുടുങ്ങി അമൃത ഹോസ്പിറ്റൽ എടുത്തോടെ. അവിടെ ഒന്ന് പോയി നോക്കൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 15,000 18,000 രൂപ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ 15,000 അവിടെയുണ്ട്, ഈ 18,000 മറ്റോടത്തുണ്ട്, ഈ 15,000 വേറെടുത്തുണ്ട്. മനസ്സിലായോ?
ഇതിനെത്ര ഒരു MRI സ്കാൻ 23,000. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു, ഇവിടെ എടപ്പള്ളിയിൽ വന്നാണ് വേറൊരു സ്ഥലത്ത് 2 ദിവസം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. അവിടെ ചെന്ന് ചോദിച്ചു, വിവിഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു. അവിടെ ഇതേ സാധനത്തിന് 12,100. സെയിം സാധനം, 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഇത് കഴിഞ്ഞ് ഞാൻ എന്റെ സിസ്റ്റർ ഹസ്ബൻഡ് മഞ്ചേരിയിൽ കൊണ്ടോട്ടിയിൽ 2 MRI സ്കാൻ നടത്തുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വന്നവരൊക്കെ ഓരോന്ന് സഹായിക്കണോ, പോയി എന്റെ അവിടെ പോയി ഒരു അസുഖം ഇല്ലെങ്കിൽ ഒരു MRI കൊടുത്തില്ല എന്റെ സർവീസിന് വേണ്ടിയിട്ട്. അവരോട് ചോദിച്ചു നോക്കിയപ്പോ പറഞ്ഞു 5,000 രൂപ സെയിം സാധനം. മഞ്ചേരിയിൽ 5,000, എടപ്പള്ളിയിൽ 12,100, ഈ സ്ഥലത്ത് 23,000. ഞാൻ പറയുന്നു, വെൽനസ് റെവല്യൂഷൻ അഭിവാജ്യ ഘടകമാണോ അനിവാര്യ ഘടകമാണോ? ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല മനുഷ്യന്മാരും കൂടി ഇവിടെ പോകുന്നതിന് പകരം ഈ കൗണ്ടറിൽ പോയി ട്രീറ്റ്മെന്റ് നോക്കും. ഇത് മനസ്സിലാക്കി ഇറങ്ങി കളിക്കുന്നവരാണ് ഇനി കോടീശ്വരനാവാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇന്ന് മനുഷ്യർക്ക് എല്ലാവർക്കും സാമ്പത്തികവും വേണം, പൈസ ഉണ്ടാക്കണം. വേറെന്ത് വഴിയാണുള്ളത്? ഒരു വഴിയില്ല. എന്ത് വഴിയുള്ളത്? നിങ്ങൾ ആലോചിച്ചോ, ഈ ബിസിനസ് ശരിയായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലെ മണൊന്നും മാറ്റിക്കഴിഞ്ഞിട്ട് ഈ ബിസിനസ് ചെയ്താൽ ഇൻഡസ്ട്രിയിൽ 1,25,00,000 എല്ലാ വർഷവും തരും. ഒരു ഐഡിയ. പ്രേം സാറിന് നമ്മൾ കണക്കിലെടുക്കരുത്. മനുഷ്യ പറ്റില്ലാത്ത ആളാണ്. നമ്മളൊക്കെ ഒപ്പൊരുത്തി 1,00,000 രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരുമിച്ച് തുടങ്ങിയത് ഞങ്ങൾ അത് ആലോചിച്ചു പടച്ചപ്പുറക്കുന്നവരോടൊന്നും. അതായത് ഇത് കേൾക്കണം നിങ്ങൾ. അതായത് ഇത്രയും പൈസ നിങ്ങൾ ഒരു ഐഡി മാത്രം എടുത്തു. ഒരു ഐഡി ബിൽഡ് ചെയ്തപ്പോൾ ഇൻഡസ്ട്രിയിൽ 1,25,00,000 എല്ലാ വർഷവും കിട്ടും. എനിക്ക് 10-15 കൊല്ലമായിട്ട് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇതില് അലിയ കണ്ടോ, 7-3-12 ആളാ കൈയടിച്ചത്. അന്റെ ടീമ ഇവിടെ സ്റ്റൈലിൽ ഞങ്ങൾ കൊച്ചിയിൽ കുശുമ്പ് എന്നറിയാം, നമ്മുടെ നാട്ടിൽ കുയിന്ന് എന്നറിയാം. അതുള്ള മനുഷ്യന്മാരൊക്കെ മാറ്റി വെച്ചോളില്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് ഞാൻ പറഞ്ഞത്. അതായത് 1,4 കോടി രൂപ മാസം ഒരു വർഷത്തിൽ വരുമാനം വന്നാൽ ഒരു 25 ലക്ഷം രൂപ ചെലവാക്കി കൊടുക്കും, 25 ലക്ഷം ടാക്സ് അടിച്ചോളൂ. എന്നാൽ ഒരു കളിയില്ലാതെ 75 ലക്ഷം രൂപ മാറ്റി വെക്കാൻ പറ്റും. ഈ 75 ലക്ഷം രൂപ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയുന്ന അല്ലെങ്കിൽ അറിയുന്ന മെന്റർ ഉണ്ടെങ്കിൽ ഈ 75 ലക്ഷം കൊണ്ടുപോയിട്ട് 2 കൊല്ലം കൊണ്ട് അത് 1.5 കോടിയാവും. അത് 4 കൊല്ലം കൊണ്ട് 5 കോടിയായിട്ടുള്ള മെന്റേഴ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോ ഒരു കൊല്ലത്തിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ 10 കൊല്ലം മതി കടം മുഴുവൻ ഒതുക്കാൻ. അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള പരിപാടിയാണ് ഇവിടെ നോക്കേണ്ടതും പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ സാമ്പത്തിക വിപ്ലവം, വെൽനസ് വിപ്ലവം, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് പറക്കും പരിപാടി. ഇത് പറക്കും പരിപാടി. നിങ്ങൾ ചിന്തിക്കണം, ഇവരൊക്കെ എന്താ ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഇവിടെ പലപ്പോഴും റൂബി പേൾ എക്സിക്യൂട്ടീവ് ആണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ മതി സാറേ, നമ്മളൊക്കെ വേറെ ലെവലിൽ എത്തിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നോർത്ത് ഇന്ത്യ പോയ സമയത്ത് ഈ ജീവൻ സാറിനെന്താ പൈസ ഇല്ലാതിട്ടാണ്. ഇയാൾക്ക് നല്ല വീടുണ്ട് തൃശ്ശൂര്, ഇയാൾക്ക് നല്ല ഓഫീസുണ്ട് തൃശ്ശൂര്, ഇയാൾക്ക് വണ്ടിയുടെ കളിയാണ്, വണ്ടികളുണ്ട്. ഇതൊക്കെ ഇല്ലാതിട്ടാണ് പിന്നെ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി ബിൽഡ് ചെയ്യുന്നത്. പൈസ ഇല്ലാതിട്ടാണ്. ഞാൻ ലാസ്റ്റ് വീക്കിൽ നാഗാലാൻഡ് പോയി പ്രേമിച്ചു. അവിടെ ചെന്ന് പോയി ഞാനൊരു പ്ലാൻ കൊടുക്കുമ്പോഴും ഇവന്റെ പേരാ പറയുന്നത്, മേ ജീവൻ സാർ സാത്ത് ഹൂ എന്ന് പറഞ്ഞു. ഞാൻ സിറ്റിയിൽ പോയി നോക്കി, എനിക്ക് ആകെ 5 രൂപയുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടെ മേ ജീവൻ സാത്ത സാത്ത്. അത് കഴിഞ്ഞ് ഞാൻ മഞ്ജുൽ പയ്യനോട് ചോദിച്ചു, മിസോറാമിൽ ഞാൻ വഴിയുണ്ടോ? അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, അവിടെയും ജീവൻ സാർ സാത്ത്. ഞാന് അവസാനം അഭിലാഷ് സാറിനോട് പറഞ്ഞു, ബോസേ ഇവരെല്ലാവരും ജീവൻ സാറ സാത്താണെങ്കിൽ എന്റെ ജീവൻ ഇവരെടുക്കും. കണ്ടോ, ഇവർ പൈസ ഇല്ലാത്ത ആളുകളാണോ? അല്ല. നല്ല വീടുണ്ട്, നല്ല ഓഫീസുണ്ട്, നല്ല കാറുണ്ട്. ഈ സാറിന് പൈസ ഇല്ലാത്ത ആളാണോ? കാറില്ലാത്ത ആളാണോ? ഇനി ഇതിന്റെ മേളിൽ എന്ത് കാറ് കൊണ്ടുവരിക അല്ലേ? ഇനി എന്ത് കാറാ കൊണ്ടുവരിക? കാറുണ്ട്, വീടുണ്ട്, എന്നിട്ടും പ്രേം സാർ അവിടെ പോയി വർക്ക് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ പോയിരിക്കുക. എന്താണ് എഴുതി വെച്ചോ നിങ്ങള്? ഇന്ന് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ആളുകളെല്ലാം വരുന്ന 4 കൊല്ലം കൊണ്ട് കോടികളെ കഥ പറയും. അത് ഇവർക്കൊക്കെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഓംപ്രകാശിനെ പോലത്തെ ആളുകളും അലിയുടെ ഡൽഹിയിലാണ് പ്രസംഗിക്കാൻ പോകുന്നത്. പ്രൊഫഷണൽ എന്നെ കംപ്ലീറ്റ് ഇരിക്കുന്ന ആന്ധ്ര തെലുങ്കാനയിലാണ്. എനിക്ക് ആകെ തെലുങ്ക് പറയാ ചെപ്പണ്ടി ബാബുനാർ.
അത് മതിയല്ലോ. അത് രണ്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ എത്തില്ല. ഈ രണ്ട് സാധനം കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. എന്തിനാ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? സത്യത്തിൽ പറയും, പൈസ ഇല്ലാഞ്ഞിട്ടാണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഒരു ഐഡിയുടെ കഥയെ ഞാൻ ഈ പറയുന്നത്. ഇങ്ങനത്തെ 2 ID 3 ID 4 ID 5 ID ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഇവരെല്ലാം ഇത് കാണുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഈ മതിലിന്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല, ചില മനുഷ്യർക്ക്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം ഇതിന്റെ അപ്പുറത്ത് താജ് വിബന്ധിന്റെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ നല്ലൊരു മതിലുണ്ട്, അതിന്റെ അപ്പുറത്ത് റോഡ് ഉണ്ട് എന്നറിയാം. ദീർഘവീക്ഷണമുള്ള മനുഷ്യന്മാരാണ് ഇവരൊക്കെ. ദീർഘവീക്ഷണമുള്ള മനുഷ്യന്മാരാണ് ഈ ഡയമണ്ട് ആലപ്പോ. അതുകൊണ്ടാണ് ഇവര് വീട് വിട്ടിറങ്ങി പണിയെടുക്കുന്നത്. കാരണം വെൽനസ് റവല്യൂഷനും സാമ്പത്തിക വിപ്ലവവും രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴേക്കും ഞാൻ പറയുന്നു 2030 എഴുതി വെച്ചോളൂ. 2030 നിങ്ങൾ വരുന്ന ഈവന്റിന് നമ്മുടെ കമ്പനിയുടെ 1000 ഡയമണ്ട്സിന്റെ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഇവിടെ പല മനുഷ്യന്മാരും ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കോടികൾ എന്ന് പറയുന്നതായിരിക്കും. ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളെ സ്പെല്ലിനെ ഇന്ന് മാറ്റിയ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. മാർക്കറ്റിൽ ഒന്നുമില്ല വഴി ഫ്രണ്ട്സ്. കാസർഗോഡ് മുതൽ നിങ്ങൾ ട്രിവാൻഡ്രം വരെ നിങ്ങൾ ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഏത് കമ്പനിയുടെ ആളോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ കോമ്പൻസേഷൻ പ്ലാൻ പോലെ, ഇൻഡസ്ട്രിയുടെ റിവാർഡ് പോലെ ഈ ലോകത്ത് കേരളം വിട്ട് നിങ്ങൾ ഈ ലോകത്ത് ഒരു കമ്പനി ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി അറിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കമ്പനി അറിയാൻ പറ്റുമോ? 1 കിലോ ബാർ 1 കിലോ സ്വർണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി അറിയാം? എന്റെ പറയും ഞാൻ ഈ പരിപാടി ഇന്ന് നിർത്തും. ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടോ? ഇല്ല, ഇല്ല, വേണ്ട. ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു കോമ്പൻസേഷൻ പ്ലാൻ പറയുന്നുണ്ടോ? പോർഷയുടെ കാറ് കൊടുക്കുന്നുള്ളത് ഏതെങ്കിലും ഒരു കോമ്പൻസേഷൻ പറയുന്നുണ്ടോ?